നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആരുടെ സ്ഥാനത്താണോ ഈ കുട്ടി വന്നത്, ആ ആളെ ഇനി തിരിച്ചു വരാൻ ഇവൻ അനുവദിക്കില്ല. ജിസ്കി ഭി ജഗാ ലഗായെ ബച്ച ഉസെ വാപ്പിസ് നഹി ആനെ ദേഗ. ഹൗ സ്പെഷ്യൽ ദിസ് വൈഭവ് സൂര്യവംശി. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ മൊത്തത്തിൽ ഇങ്ങനെയൊരു സംസാരമുണ്ടോ? ഏതായാലും മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ്റെ ട്വീറ്റാണത്. എക്സിൽ അദ്ദേഹം കുറിച്ചതാണ്. ജിസ്കി ബി ജഗാ ലഗാ ഏ ബച്ച ഉസെ വാപ്പിസ് നഹി ആന ദേഗ എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? സഞ്ജു സാംസണെയാണ് അല്ലേ? സഞ്ജുവിൻ്റെ സ്ഥാനത്താണല്ലോ ഇവിടെ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ കളിപ്പിച്ചത്. ഈ കുട്ടി ആരുടെ സ്ഥാനത്താണോ വന്നത്, അവനെ ഇനി തിരിച്ചു വരാൻ ഇവൻ അനുവദിക്കില്ല. ഈ വൈഭവ് സൂര്യവംശി എന്തുമാത്രം പ്രതിഭാശാലിയായ കളിക്കാരനാണ് എന്നതാണ് ചോദ്യം. ഇതിപ്പോൾ നമുക്കറിയാം, അഭിഷേക് ശർമ്മ തുടരെ പരാജയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 5-6 ഇന്നിങ്സുകളിൽ. അപ്പോൾ ഇത്തരം ചർച്ചകളില്ല. സഞ്ജുവിന് ഇനി ഒരു മടങ്ങി വരവ് വൈഭവ് സൂര്യവംശി മിന്നിക്കത്തുമ്പോൾ ദുഷ്കരമായിരിക്കും എന്ന് ഇർഫാൻ പത്താനെ പോലെ ഒരാൾ ചിന്തിക്കണമെങ്കിൽ മൊത്തത്തിൽ ഏത് രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് വേണം അതിനെ എടുക്കാൻ. അല്ലെങ്കിലും ഇംഗ്ലീഷ് പര്യടനത്തിൽ സഞ്ജുവിനെ പുറത്തിരുത്തി വൈഭവിനെ കളിപ്പിച്ചപ്പോഴൊക്കെ ഇത് ഉയർന്നു വന്നൊരു കാര്യമാണ്. ആര് ടീമിലെടുക്കണോ അപ്പോൾ സഞ്ജുവിനെ പുറത്തിരുത്തണം. ഇവിടെ ഇപ്പോൾ നമുക്കറിയാലോ, ഇഷാൻ കിഷനെ കളിപ്പിക്കണോ സഞ്ജുവിനെ പുറത്തിരുത്തണം, ഗില്ലിനെ ഓപ്പണറാക്കി ഇറക്കണോ സഞ്ജുവിനെ പുറത്തിരുത്തണം, വൈഭവിനെ ഓപ്പണറാക്കി കളിപ്പിക്കണോ സഞ്ജുവിനെ പുറത്തിരുത്തണം. അങ്ങനെ എല്ലാവർക്കും വേണ്ടി മാറ്റി 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 കളിക്കുക. വല്ലാത്തൊരവസ്ഥയാണത്. അതാണ് സഞ്ജു ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് വൈഭവിൻ്റെ മികവിന് ഒട്ടും കുറച്ച് കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമല്ല. ഇത് മറ്റുള്ളവർക്കൊന്നും ഇത് ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. പക്ഷെ വൈഭവ് ഒരു സ്പെഷ്യൽ ടാലൻ്റാണ്, അതുകൂടി നമ്മൾ നോക്കണം. വൈഭവ് ഒരു സ്പെഷ്യൽ ടാലൻ്റാണ്. വൈഭവ് നോക്കുക, 15 വയസ്സിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അവൻ 102 പന്തുകൾ നേരിട്ടിട്ട് 14 സിക്സറുകളും 16 ഫോറുകളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുണ്ട് ആ ഒരു കപ്പാസിറ്റി എന്താണ് എന്നുള്ളത്. ഇപ്പോൾ സിംബാബ്വേയിൽ പോയിട്ട് 15ാമത്തെ വയസ്സിലാണ് അവൻ പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും ഒക്കെ സ്വന്തമാക്കുന്നത്. അതൊക്കെ പുത്തൻ റെക്കോർഡാണ്. ആദ്യ T20യിൽ 19 പന്തുകളിൽ നിന്നാണ് അവൻ്റെ 50 വരുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ 9 പന്തുകളിൽ നിന്ന് 20 റൺസ്. മൂന്നാമത്തെ കളി ഒരു ടാക്കി പിച്ചിൽ, ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാത്തൊരു പിച്ചിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ബാക്ക് ഫുട്ടിൽ നിന്ന് തൻ്റെ ഷോട്ടുകൾ കളിച്ച് 49 പന്തുകളിൽ നിന്ന് 81 റൺസ് അടിച്ചപ്പോൾ അതിലുണ്ട് കാര്യങ്ങൾ. അവനെ കൊണ്ടാവും. ചെറിയ പ്രായത്തിൽ കാണിക്കുന്ന ഒരു മെച്യൂരിറ്റിയാണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ ബാറ്റർ T20യിൽ ഒരു ഇയറിൽ ഏറ്റവും അധികം സിക്സർ അടിച്ചതിൻ്റെ കണക്ക് അഭിഷേക് ശർമ്മയാണ് ഒന്നാമത്. 2025 108 സിക്സറുകൾ, 2024 അഭിഷേക് 87 സിക്സറുകൾ. എന്നാൽ 2026 ഇപ്പോൾ പകുതിയായിട്ടുള്ളല്ലോ ഈ ഇയർ, അപ്പോഴേക്കും വൈഭവ് 86 സിക്സറുകളുമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ തകർത്ത് വീഴ്ത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അഭിഷേകിൻ്റെ റെക്കോർഡ്. ഇത് T20യിലെ മൊത്തം കണക്കാണ്, T20I എന്നല്ല പറഞ്ഞത്, കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറുഭാഗത്തുള്ള താരങ്ങൾക്ക് ഇതൊക്കെ ബാധകമാണ്. സഞ്ജുവിന് മാത്രമല്ല കൺസിസ്റ്റൻസി എന്നുള്ളത് ബാധകമാവുക എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും വൈഭവിൻ്റെ വളർച്ച സഞ്ജുവിൻ്റെ വഴിയടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സഞ്ജുവിൻ്റെ തിരിച്ചു വരവ് ദുഷ്കരമാക്കും വൈഭവിൻ്റെ ഈ പ്രകടനം എന്ന് ഇർഫാൻ പത്താൻ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.